ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇത് അശ്വതി. അശ്വതിയുടെ പോസ്റ്റ് വെഡിങ് റിസപ്ഷൻ ലുക്കാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെഡ്ഡിങ്ങിന് നമ്മൾ തന്നെയാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഫുൾ റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ലുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ലെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ടോണറാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഫേസിലും നെക്കിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോയ്സ്ചറൈസർ നല്ല രീതിയിൽ അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ ഐയുടെ ഭാഗം കൺസീലിംഗ് ചെയ്യാൻ വേണ്ടി ടാർട്ടിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ബേസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ വേഗം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് പൗഡർ സെറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അശ്വതിയുടെ കണ്ണിൻ്റെ താഴെ ചെറുതായിട്ടൊരു ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നല്ല ഫെയർ സ്കിന്നാണ്. ചെറിയ രീതിയിൽ മാത്രം നമ്മൾ ഫോർഹെഡിലും ആ ഒരു ടാൻ വെള്ള ഭാഗത്തൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് പൗഡർ സെറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ ക്രീം ഫൗണ്ടേഷൻ ആണ് കൊടുക്കുന്നത്. ആളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഒരുപാട് കവറേജ് വരാത്ത രീതിയിൽ നമ്മൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഒരുപാട് ഇങ്ങനെ ഇട്ട് വയ്ക്കാതെ നമ്മൾ അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ബേസ് ആയിട്ട് ഫേസിൽ വരുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ അവിടെ ഇട്ട് വെച്ച് ഫുൾ ഫേസ് വെച്ചതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പൊക്കെ അനുസരിച്ച് അത് ഡ്രൈ ആവാനും അവിടെ പാച്ചസ് ഒക്കെ വരാനും ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഓരോ സ്പോട്ടും ഇതുപോലെ കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡിങ് ഈസി ആയിരിക്കും കേട്ടോ. ഫേസും നെക്കും ഒട്ടും കളർ ചേഞ്ച് വരാത്ത രീതിയിൽ നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ട്. ആളുടെ കറക്റ്റ് സ്കിൻ ടോൺ നെക്കിലേക്ക് നമ്മളൊന്ന് മാച്ച് ചെയ്തു. ഐ ഏരിയ ഒന്ന് ഞാൻ ചെറിയ രീതിയിൽ പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് മേക്കപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഐബ്രോസ്. എനിക്ക് ഐബ്രോസിൻ്റെ പെർഫെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ ഫേസിൻ്റെ ഫീച്ചറിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം ഐബ്രോസ് തന്നെയാണ്. ഏതൊരാളുടെ ഐബ്രോസും നമ്മളിപ്പോൾ ഉള്ള ഐബ്രോസിൽ നിന്ന് വിട്ട് കൂടിയാലും ഡാർക്ക് ഒരുപാട് കൂടിപ്പോയാലും അതിൻ്റെ വ്യത്യാസം ഫേസിൽ നന്നായിട്ട് അറിയാൻ പറ്റുമല്ലേ. അതുകൊണ്ട് ഞാൻ മാക്സിമം അവരുടെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് രണ്ടും ഒരുപോലെ നിർത്താനും അതുപോലെ ഡാർക്ക്നെസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഹെവി ആകാതെയൊക്കെ ശ്രദ്ധയോടെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് തോന്നാതിരിക്കാൻ നമ്മൾ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ ഇതുപോലെ വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഫിൽ ചെയ്യാറ്. അപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കൊരു നാച്ചുറൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അശ്വതിയുടെ മോർണിംഗ് ലുക്ക് ഐ മേക്കപ്പ് നല്ല ഹെവി ആയിട്ട് ചെയ്തോളാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ലുക്ക് അതുപോലെ ഭയങ്കര സെറ്റിലായിട്ടും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഹെവി ആക്കാതെ നമ്മളൊരു ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണൊക്കെ മെർജ് ചെയ്തിട്ടുള്ളൊരു ലൈറ്റ് ഐ മേക്കപ്പാണ് കേട്ടോ നമ്മൾ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വാട്ടർ ലൈനിൻ്റെ താഴെയും നമ്മൾ ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഐ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. ഐ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലോട്ടിൻ്റെ ജെൽ ഐലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫേസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. നോസ് നമ്മളിപ്പോൾ പൗഡർ കോണ്ടോറിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐബ്രോസിൻ്റെ താഴേന്ന് തുടങ്ങി നമ്മൾ നോസിൻ്റെ ആ ഒരു എൻ പോർഷൻ വരെയാണ് കേട്ടോ കോണ്ടോറിങ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫോർഹെഡ് ആൾക്ക് ഇത്തിരി കൂടുതലാണ്, നമ്മൾ ഫോർഹെഡും കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചീക്കും ചിന്നും ഒക്കെ നല്ല രീതിയിൽ ഞാനൊന്ന് പൗഡർ കോണ്ടോറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ലൈറ്റായിട്ട് മാത്രം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആളുടെ ചീക്കും ചിന്നും അതുപോലെ ഫോർഹെഡും നോസൊക്കെ ഞാൻ ചെറിയ രീതിയിലൊന്ന് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്ത് എൻഹാൻസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് കേട്ടോ അശ്വതിയുടെ എൻഗേജ്മെൻറ്റിനും അപ്ലൈ ചെയ്തിരുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഏതാണ് ഷെയ്ഡെന്ന് ചോദിച്ചിട്ട്. ആക്ച്വലി ഇതിൻ്റെ ഷെയ്ഡെല്ലാം ഞാൻ മറന്നുപോയെങ്കിലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടായി പോകുന്ന ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ ഇത്. മിക്ക ബ്രൈഡ്സിന് ഞാൻ ഈ ഒരു ഷെയ്ഡ് കാണിക്കാറുണ്ടെങ്കിലും ആരും ഇതങ്ങനെ സെലക്ട് ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഇത് അശ്വതിക്ക് ഭയങ്കര സ്യൂട്ടാണ് ഈ ഒരു ഷെയ്ഡ്. എനിക്ക് തോന്നുന്നു ആൾ നല്ല ഫെയർ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു ഷെയ്ഡ് ആൾക്ക് നന്നായിട്ട് സ്യൂട്ടായിട്ടുണ്ടാകുന്നത്. അങ്ങനെ ഹൈലൈറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് ഫിക്സിങ് സ്പ്രേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾക്കൊരു ഡ്യൂയി ലുക്കാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കുറച്ച് ഗ്ലോയും കൂടെ ഫൈനലി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു മേക്കപ്പ് ഭയങ്കര സ്കിൻ ഫിനിഷിങ്ങിലാണ് ഉണ്ടായിട്ടുള്ളത്. മേക്കപ്പ് ചെയ്തു എന്നുള്ളൊരു ഫീൽ ഇല്ലാതെയാണ് കേട്ടോ നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ആൾ പറഞ്ഞ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഒട്ടും ഹൈറ്റ് വേണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരുപാടൊന്നും താഴ്ന്നും പോവണ്ട എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞ രീതിയിലാണ് ആ ഹെയറിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലോങ് ഹെയർ എക്സ്റ്റൻഷൻ നമ്മൾ കളേർഡ് ആയിട്ടുള്ളത് ആൾക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ ആളുടെ ഫേസിൽ ചെറിയ ചെറിയ ടച്ചപ്പുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ മസ്കാര അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. മസ്കാര എല്ലാം അപ്ലൈ ചെയ്തു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞതിൽ നേരത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അശ്വതിയുടെ എൻഗേജ്മെൻറ്റ് ലുക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത ടൈമിൽ തന്നെ എനിക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആൾ നമുക്ക് വെഡ്ഡിങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ പറഞ്ഞു നന്നായിട്ടുണ്ട്, ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് വെഡ്ഡിങ് ബുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് എറണാകുളത്ത് തന്നെയാണ് ഈ വർക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എൻ്റെ സ്വന്തം നാട്ടിൽ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ എനിക്ക് ബുക്കിംഗ് ലോങ് ഒക്കെ ആയിരിക്കും. എൻ്റെ സ്വന്തം നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനും DM ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ആളുടെ വെഡ്ഡിങ് ലുക്ക് ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം കൂടുതലുള്ളത് കൊണ്ടിട്ട് നമ്മൾ റീൽസിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. ആളങ്ങനെ ഒരുപാട് പോസൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ വേണം കുറച്ച് എഫേർട്ട് ഇട്ട് ചിരിക്കാനൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ ബ്രൈഡ്സ് കൂടുതലും കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെയാണ് കേട്ടോ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ആളുടെ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. കോസ്റ്റ്യൂമിൻ്റെ സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ആൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ഒരു ഭംഗി അറിയുന്നുണ്ടായിരുന്നത്. പിന്നെ ബാംഗിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അത് താഴെ ഇരിക്കുമായിരുന്നു. നമ്മൾ മേലത്തെ റൂമിലാണ് റെഡി ആയിക്കൊണ്ടിരുന്നത്. പിന്നെ കയ്യിൽ മെഹന്തി ഉള്ളത് കൊണ്ടിട്ട് അങ്ങനെ ബാംഗിൾസ് ഇല്ല എന്നുള്ള കുറവുകൾ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമിന് സ്യൂട്ടായിട്ട് ആൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെയർ ആക്സസറീസ് നന്നായിട്ട് ഈ കോസ്റ്റ്യൂമിന് സ്യൂട്ടായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആളുടെ ഹെയറിൻ്റെ ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടെ നീളത്തിലാണ് കേട്ടോ നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ലെഹങ്കയൊക്കെ വരാൻ നേരത്ത് കുറച്ചും കൂടെ ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാകും. സോ ആളുടെ ഒരു ബ്രൗൺ കളർ ഹെയർ ആയിരുന്നു കേട്ടോ. അതിന് കറക്റ്റ് മാച്ച് ആകുന്ന രീതിയിൽ തന്നെയാണ് എക്സ്റ്റൻഷനും ഉണ്ടായിരുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.